ഒരു 5-6 ദിവസം മുമ്പെയാണ് റോക്സ്റ്റാർ വന്നിട്ട് ഒരു വലിയ ബോംബിട്ട്. അതായത് അവരെ GTA 6 എന്ന ഗെയിം 1 വർഷം ഡിലേ ആവാൻ പോണെന്ന്. അങ്ങനെ അവന്മാരിട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ ടേക്ക് ഡൗണിന്റെ ഫുൾ സ്റ്റോക്സ് പാതാളത്തിൽ പോവുകയാണ്. അങ്ങനെ ഈ പാതാളത്തിൽ പോയ സ്റ്റോക്സിനെ അവന്മാർ തിരിച്ചെങ്ങനെ മേലെ കൊണ്ടുവരും നമ്മൾ ആലോചിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് റോക്സ്റ്റാർ അവരെ GTA 6ന്റെ ട്രെയിലർ ഓടുന്നത്. ഒരു അനൗൺസ്മെന്റ് ഒന്നും ഇല്ലാതെയാണ് റോക്സ്റ്റാർ അവരെ GTA 6ന്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. ഈ ട്രെയിലർ വന്നിട്ടൊരു സ്റ്റോറി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. ബേസിക്കലി റോക്സ്റ്റാർ വന്നിട്ട് അവരെ സെക്കൻഡ് ട്രെയിലർ ഒരു ഗെയിം പ്ലേ ട്രെയിലറായിട്ട് കൊടുക്കത്തുള്ളൂ. എന്നാൽ അവർ ഒരു സ്റ്റോറി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് അവർ സെക്കൻഡ് ട്രെയിലറായിട്ട് തന്നിട്ടുള്ളത്. ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സിനെ അവർ ഈ ട്രെയിലറിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ട്രെയിലറിൽ കാഴ്ചിട്ടുള്ള ആൾക്കാരിനെ പറ്റി അവരെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെ നിന്നൊക്കെ ലീക്ക് ആവണ ഈ GTA 6ന്റെ സ്ക്രീൻഷോട്ട് ഇമേജസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് റോക്സ്റ്റാർ ഇപ്പം നിയർലി 80 സ്ക്രീൻഷോട്ട്സ് ആണ് തന്നിട്ടുള്ളത്. എല്ലാ ഗെയിമേഴ്സിനും യൂട്യൂബേഴ്സിനും കണ്ടന്റ് വാരി തന്നിട്ടുണ്ട് റോക്സ്റ്റാർ ഈ ട്രെയിലർ വിട്ട്. അടുത്ത ഒരാഴ്ചയ്ക്ക് ഒരു മാസത്തേക്ക് ഈ GTA 6 എന്നുള്ള പേര് മാത്രമേ ഗെയിമിംഗ് കമ്മ്യൂണിറ്റീസിന്റെ അകത്ത് ഓടിയിട്ടിരിക്കത്തുള്ളൂ. ആൾറെഡി GTA 6ന് ഒരു വേൾഡ് ലെവലിൽ ഹൈപ്പ് ഉണ്ട്. ഈ ട്രെയിലർ വിട്ടതിന് ശേഷം ആ ഹൈപ്പ് ഇരട്ടിയായിട്ടുണ്ട്. പിന്നെയും ഇവന്മാർ ഈ ട്രെയിലർ വിട്ടുകൊണ്ട് ആ ഒരു വർഷത്തെ ഡിലേ തന്നെ നമ്മളെല്ലാവരും മറന്നിട്ടുണ്ട്. ഭയങ്കര സൈക്കോളജിക്കലായിട്ടാണ് അവന്മാർ കളിച്ചിട്ടുള്ളത്. എനിവേസ് ട്രെയിലറിൽ ഇഷ്ടംപോലെ കാര്യം അവന്മാർ കാഴ്ചിട്ടുണ്ട്. ഈ GTA 6ൽ പറഞ്ഞ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് അവരെല്ലാവരും ഈ ട്രെയിലറിൽ അവന്മാർ കാഴ്ചിട്ടുണ്ട്. അവന്മാർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവന്മാർ ചെയ്യണമെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ട്രെയിലറിന്റെ ഓപ്പണിംഗ് സീക്വൻസ് എടുത്താൽ തന്നെ ലെയ്നൈഡ എന്ന് പറയുന്ന ഒരു ഐലാൻഡിനെയാണ് അവർ കാഴ്ചിട്ടുള്ളത്. ഈ സ്ഥലത്തിന്റെ എക്സാക്ട് പേര് വന്നിട്ട് ലെയ്നൈഡ കീസ് എന്നാണ്. ഇത് സിറ്റിനെ വിട്ട് കുറച്ച് ദൂരം മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. സോ ഈ സ്ഥലത്തിലാണ് നമ്മൾ GTA 6ന്റെ ഹീറോ ആയിട്ടുള്ള ജേസൺ ജീവിച്ചു വരുന്നത്. ഈ സമയത്ത് നമ്മൾ GTA 6ന്റെ ഹീറോയിൻ ആയിട്ടുള്ള ലൂഷ്യ പുള്ളിക്കാരി ജയിലിന്റെ അകത്താണ്. അതുമാത്രമല്ലാതെ ഈ ജേസൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു എക്സ് മിലിറ്ററി ആണ്. പുള്ളിക്കാരന്റെ കയ്യിലുള്ള ആ ടാറ്റു കണ്ടാൽ നമുക്ക് പിടി കിട്ടും. ഈ മിലിറ്ററിയിലൊക്കെ ഉള്ളവരൊക്കെ അടിക്കുന്ന ഒരു ടാറ്റു ആണ്. അത് കാണുമ്പോൾ അല്ല റേഞ്ചറോ അല്ലെ ക്യാപ്റ്റനോ അങ്ങനെ അല്ല അടിക്കാനാണ് ചാൻസ്. ഈ ജേസന്റെ ബയോനെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്നത് ജേസൺ വന്നിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചു പോകാനാണ് ഇഷ്ടം. കറന്റ്ലി ജേസൺ വന്നിട്ട് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ വീട്ടില് കാശ് കൊടുക്കാതെ ഓസിൽ ജീവിച്ചു വരെയാണ്. ഈ ബ്രെയിൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആരെന്ന് വെച്ചാൽ ലേനഡ കീസില് ഈ ബോട്ടൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതും ഈ ബോട്ടൊക്കെ ചെയ്തു കൊടുക്കുന്ന പോലത്തെ ഒരാളാണ് കാലത്ത്. അതേ രാത്രിയായ പുള്ളിക്കാരന്റെ ബിസിനസ് തന്നെ മാറും. രാത്രിയാകുമ്പോൾ ഈ ബ്രെയിൻ വന്നിട്ട് ഡ്രഗ്സ് ബിസിനസ് തുടങ്ങും. സോ മാക്സിമം ജേസന്റെ ജോലി വന്നിട്ട് ഈ ബ്രെയിൻ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഡ്രഗ്സിനെ സ്മഗിൾ ചെയ്യണതും പിന്നെ ഈ ബ്രെയിനിന് തന്നെ ഇഷ്ടംപോലെ വീടുണ്ട്. അവിടെ ഉള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് വല്ല കാശ് വായിക്കണതോ അല്ലെങ്കിൽ ആ ടെനറ്റിന്റെ കയ്യിൽ നിന്ന് ആ വാടക വായിക്കണ പോലത്തെ വല്ല ജോലി ആയിരിക്കാനാണ് ചാൻസ്. അതുകൊണ്ടായിരിക്കാം ജേസൺ പുള്ളിക്കാരൻ ഫ്രീ ആയിട്ടൊരു വീടൊക്കെ കൊടുത്ത് ഹോസ്റ്റലിൽ ജീവിക്കാൻ വയ്ക്കണത്. അതുമാത്രമല്ലാതെ ഈ ജേസൺ എന്ന് പറയുന്ന നമ്മളെ ഹീറോ ലേനയുടെ കോസ്റ്റൽ ഗാർഡിലും ഓർക്കുകയാണ്. അപ്പോൾ ഈ കോസ്റ്റൽ ഗാർഡായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കടൽ മാർഗമായിട്ട് സ്മഗിൾ ചെയ്യാനും ചാൻസ് ഉണ്ട് ഈ ഡ്രഗ്സ് ഒക്കെ. നമുക്കത് ജേസന്റെ ടീഷർട്ടിൽ തന്നെ കാണാം ലേനഡ മറൈൻ സെന്റർ എന്ന് ആ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. സോ GTA 6ൽ നമുക്ക് ഇപ്രാവശ്യം ഈ ഡ്രഗ്സ് സപ്ലൈ ചെയ്യണ പോലത്തെ മിഷൻസ് ഒക്കെ കാണാനും ചാൻസ് ഉണ്ട്. ചാൻസ് എന്നല്ല മാക്സിമം കാണും. ഞാൻ ശ്രദ്ധിച്ച് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ മുമ്പേ വന്നിട്ടുള്ള ട്രെയിലറിനെ കാട്ടിലും ഈ ട്രെയിലറിൽ ജേസൺ കുറച്ചുകൂടെ പംപ് ആയിട്ടുണ്ട്. അതായത് പുള്ളിക്കാരന് കുറച്ചും കൂടെ ബോഡിയൊക്കെ സിക്സ് പാക്കും ബോഡിയൊക്കെ ഉണ്ട്. പറഞ്ഞു വെച്ചിട്ടുള്ള ലീക്സ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ സാൻ ആൻഡ്രസിലുള്ള ആ ബോഡി സിസ്റ്റം ഉണ്ടല്ലേ അതുപോലെ GTA 6ൽ അവർ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ പ്ലെയറിന് പുറത്ത് അവർക്ക് ഇഷ്ടമായിട്ടുള്ള ബോഡി സ്ട്രക്ചർ ഈ ഗെയിമിൽ വയ്ക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ കായ്ക്കണ പോലെ തന്നെ ജേസൺ വന്നിട്ട് കടലിന്റെ സൈഡിൽ പോയി വെയിറ്റ് ഒക്കെ ലിസ്റ്റ് ചെയ്യണ പോലത്തെ സീനൊക്കെ അവർ ഈ ട്രെയിലറിൽ കാഴ്ചിട്ടുണ്ട്. വേണമെങ്കിൽ റെഡ് റിഡംഷന്റെ ആ വെയിറ്റ് സിസ്റ്റം പോലെ തന്നെ സിമിലർ ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അടുത്ത സീനിൽ ജേസൺ പോയി ഒരു കടയിൽ നിന്ന് കാശ് എടുക്കുന്ന പോലത്തെ ഒരു സീൻ അവർ കാഴ്ചിട്ടുണ്ട്. മൊറോവർ ഈ കട വന്നിട്ട് ആ ബ്രെയിൻ്റെ കടയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ബ്രെയിൻ്റെ കടയിൽ പോയി ജേസൺ വാടക വായിക്കാനൊക്കെ പോണ പോലെ ഒരു സീനായിരിക്കാൻ ചാൻസ്. അവിടെ പോയിട്ട് അവനെ അടിച്ചത് മാത്രമല്ല അത് അവൻ്റെ കടയിൽ നിന്ന് ബിയറും വരെ എടുത്തിട്ട് വരികയാണ് ജേസൺ. ആ കട എടുത്ത് നോക്കിയാൽ ആ കടയുടെ സൈഡിൽ കേരള ബമ്പറിന്റെ ലോട്ടറി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോറോവർ ഈ GTA 6ലും ലോട്ടറി സിസ്റ്റം കാണാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഗെയിം തുടങ്ങിയ ഉടനെ തന്നെ പോയി ലോട്ടറി എടുത്ത് അല്ലെങ്കിൽ മില്യനറും ആവാം. നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണണം. ആ ലോട്ടറി സിസ്റ്റത്തിന്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ അവരൊരു പൂച്ചയെ കഴിച്ചിട്ടുണ്ട്. പറഞ്ഞു വെച്ച ലീക്സ് ഒക്കെ നോക്കുമ്പോൾ GTA 6ൽ ഇഷ്ടം പോലത്തെ അനിമൽസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. അതേ കായ്ക്കാൻ തന്നെ ഓപ്പണിംഗ് സീക്വൻസിൽ ആ കടൽ വെള്ളത്തിൽ ഇഷ്ടം പോലെ ഫ്ലെമിംഗോസിനെയും മീനിനൊക്കെ നമുക്ക് കാണാം. ഒരു കിട്ടിയ സ്ക്രീൻഷോട്ടിൽ സ്കൂബ ഡൈവിംഗ് അവർ ചെയ്യണ പോലത്തെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. സോ കടലിന്റെ അകത്തുള്ള ജീവജാലങ്ങളെ നമുക്ക് വേണമെങ്കിൽ GTA 6ൽ എക്സ്പ്ലോർ ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല മുമ്പേ വന്ന ട്രെയിലറിൽ നമുക്ക് മുതലേനൊക്കെ കാണാമായിരുന്നു. അപ്പം ഇഷ്ടം പോലെ വൈൽഡ് അനിമൽസിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തിനും ഓപ്പണിംഗ് സീക്വൻസ് എടുത്താൽ തന്നെ ആ ഡസ്റ്റ്ബിന്നിൽ നിന്ന് ഒരു റക്കൂൺ വെളിയിൽ ചാടയാണ്. എഗെയിൻ പോലീസ് ബ്രൂട്ടാലിറ്റിനെ നമുക്ക് അടുത്ത സീനിൽ കാണാം.
പോളിറ്റിക്സ് ഒക്കെ പറയാൻ റോക്ക് സ്റ്റാറിനെ വിട്ടിട്ടേ ഉള്ളൂ വേറെ ആരൊക്കെ. സോ അടുത്ത സീൻ നമ്മളെ ജേസൺ പോയി ലൂസിയനെ ജയിലിൽ നിന്ന് വെളിയിലെടുക്കാൻ നോക്കിയാണ്. സോ ആ സമയം അവിടെ ഇരിക്കുന്ന പോലീസ് ഓഫീസർ ഈ ജേസനെ നോക്കിയിട്ട് പറയാണ്, ഞാൻ നിന്നെ എവിടെ കണ്ടിട്ടുണ്ട്, നിന്റെ മുഖം കാണാൻ നല്ല പരിചയം ഉണ്ടെന്നൊക്കെ. ഓബിയസ്ലി ലൂസിയനെ കാണാൻ ജേസൺ വന്നപ്പോ അങ്ങനെ ജേസന്റെ മുഖം പോലീസിന് രജിസ്റ്റർ ആവാം. സോ ഈ റെഡിറ്റ് കമ്മ്യൂണിറ്റീസിലൊക്കെ ഒരു തിയറി ഉണ്ട്, ഈ ജേസൺ എന്ന് പറയുന്ന ആള് അണ്ടർ കവർ പോലീസ് ഓഫീസർ ഒക്കെ ആണെന്നൊക്കെ. എത്രയാണെന്നൊന്നും ഒരു പിടിയില്ല. നമ്മൾ ഈ സ്ലീപ്പിംഗ് ഡോഗ്സ് ഗെയിമിലൊക്കെ ഉള്ള പോലത്തെ കഥയാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഈ പോക്കിരി സ്റ്റൈൽ കഥ. അതിനെ ശരിവെക്കണ പോലെയാണ് ഈ ട്രെയിലറിന്റെ പാതിയാകുമ്പോൾ ഒരു സീൻ വരെയാണ് ജേസണിനെ നോക്കി ഒരുത്തൻ ചോദിക്കുകയാണ് പോലീസ് ആണാന്ന്. സോ ഏതെങ്കിലും ഒരു വിധത്തിൽ ജേസണും പോലീസും ഒരു കണക്ഷൻ കാണാം. എങ്ങനെ GTA 5 നമ്മളെ ഫ്രാങ്ക്ലിൻ പോലീസിന്റെ കീഴെ ജോലി ചെയ്തോ അതേപോലെ വല്ലതും. ജയിലിരുന്ന് നമ്മളെ ലൂസിയ വെളിയിൽ വരെയാണ്, കാലിൽ ആംഗിൾ മോണിറ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട്, നമ്മളെ ആഡ്മാൻ സിനിമയിൽ കണ്ടതൊക്കെ പോലെ. സോ എനിക്കെന്ന് തോന്നുന്നത് ഈ ഓപ്പണിങ്ങിൽ ഒരു 5-6 മിഷൻസ് ഒക്കെ നമ്മൾ ഈ ജേസനെ മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കണ പോലെ എന്നാണ് തോന്നുന്നത്. അതിനുശേഷമായിരിക്കാം ലൂസിയ GTA 6 എൻ്റർ ആവണേന്ന്. സോ ഈ ലൂസിയന്റെ കാലിൽ ഈ ആംഗിൾ മോണിറ്റർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ കൊണ്ട് കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് മെഷീൻസ് ഒക്കെ നമ്മൾ ഈ ലേ ലഡാക്ക് സ്ഥലത്തിൽ നിന്ന് കളിക്കുന്ന പോലെ എന്നാണ് തോന്നുന്നത്. സോ എടുത്തോടെ എല്ലാവരെയും വോയിസിറ്റിൻ്റെ അകത്ത് വിടാതെ ഫസ്റ്റ് ആ ലേ ലഡാക്കിനെ ഫുള്ളും എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയാണ് ഗെയിം അവർ ചെയ്തിട്ടുള്ളത്. അതിനാണ് ലൂസിന്റെ കാലിലുള്ള ആംഗിൾ മോണിറ്റർ. സോ ലൂസി എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ബയോ എടുത്ത് നോക്കിയാൽ പുള്ളിക്കാരി കൊച്ചിലെ തന്നെ നന്നായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു കൊച്ചാണ്. സോ ജേസന്റെ കൂടെ എങ്ങനെയും ചേർന്ന് ജീവിതത്തിൽ സെറ്റിൽ ആവണമെന്നാണ് ലൂസിന്റെ പ്ലാൻ. പക്ഷെ ജേസൺ ലൂസിന്റെ കൂടെ ഇരിക്കുന്നത് നല്ലതാണോ എന്ന് പോലും അറിയത്തില്ല. ഈസ് എ ഡബിൾ മൈൻഡഡ് ഗായ്. സോ ജേസണിനെ തെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പല കാരണങ്ങൾ ഈ ലൂസി ആയിരിക്കും. സോ ലൂസി പറഞ്ഞിട്ടായിരിക്കും പല കാര്യങ്ങളും ഈ ജേസൺ ചെയ്യണം. അതുമാത്രമല്ല ഈ ലൂസിയ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഫൈറ്റർ ആണ്. അതിനെ അവർ ആ ട്രെയിലറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ട്രെയിലറിൽ ഒരു ഗോൺലെറ്റ് MMA കൈൻഡ് ഓഫ് എ ഫൈറ്റിംഗ് നമുക്ക് ആ ട്രെയിലറിൽ കാണാം. അതുമാത്രമല്ല റോക്സ്റ്റാർ എന്നിട്ടുള്ള സ്ക്രീൻഷോട്ടിൽ ലൂസി ഫൈറ്റ് ചെയ്യണ പോലത്തെ ഒരു ഇമേജ് അവർ തന്നിട്ടുണ്ട്. ഇതുവരെ GTA കളിച്ച് എല്ലാവർക്കും ഒരു മൈനസ് എന്താണ് ഫീൽ ചെയ്യണമെന്ന ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ്. സോ ഇപ്പം 2 ക്യാരക്ടർ ഉണ്ട്. സോ ജേസൺ വന്നിട്ട് ഒരു ആർമി മാൻ, അപ്പോൾ ഗൺസിലൊക്കെ ഫുള്ളും കോൺസെൻട്രേറ്റ് ചെയ്ത് ഗൺ സ്പെഷ്യലിസ്റ്റ് ആയിട്ടിരിക്കാം. ലൂസി വന്നിട്ട് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ് മേക്ക് എ പെർഫെക്റ്റ് പെയർ. സോ ജേസൺ ലൂസി വന്ന് അവരുടെ ജീവിതത്തിനെ പറ്റി റസ്റ്റി ആങ്കറിൽ സംസാരിച്ചിട്ടിരിക്കുകയാണ്. സോ റസ്റ്റി ആങ്കർ എന്ന് പറഞ്ഞത് ആ ലേനാഡയിലുള്ള ഒരു ചെറിയ ബാർ നോക്കുകയാണെങ്കിൽ എടുക്കാം. ആ ബാറിലാണ് നമ്മൾ ജേസന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ നമ്മൾ മീറ്റ് ചെയ്യണേ, കാൾ ഹാംപ്ടൺ. നമ്മുടെ ജേസന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരൻ. സോ പുള്ളിക്കാരന്റെ ബയോ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് പിടികിട്ടുന്നത് ജേസണും കാൾ ഹാംപ്ടണും ചേർന്നാണ് ബ്രെയിനിന്റെ മറ്റേ ഡ്രഗ്സ് സപ്ലൈ ഒക്കെ ചെയ്യണേ. പുള്ളിക്കാരന്റെ ജോലി എന്ന് വെച്ചാൽ ഈ കോസ്റ്റൽ സ്ഥലത്തിലൊക്കെ ഉള്ള ആ പോലീസുകാരന്മാരെ സിഗ്നലൊക്കെ ഡാമേജ് ചെയ്ത്, അതായത് അതിനെ ജാം ചെയ്ത് അവന്മാരെ എവിടെയാണ് നിൽക്കണേ, ഏത് സ്ഥലത്താണ് ഉള്ളതെന്ന് ജേസൺ പറഞ്ഞു കൊടുക്കും. മോറോറിലേക്ക് ടെക്കി കൈ എന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല GTA കളിച്ച വയലൻസ് കൂടുമെന്ന് പറഞ്ഞ് ഒരു കേസ് പോയിട്ടിരുന്നതാണ്. അതിനെ കളിയാക്കണ പോലത്തെ ഒരു കാര്യം നമുക്ക് കാൾ ഹാംപ്ടന്റെ ടീഷർട്ടിൽ നോക്കിയാൽ പിടികിട്ടും. വയലൻസ് ഈസ് കൂൾ താങ്ക്സ് വീഡിയോ ഗെയിംസ് എന്ന് ആ ടീഷർട്ടിൽ നമുക്ക് കാണാം. അതുമാത്രമല്ല GTA 6 നമ്മൾ RDRൽ കണ്ട പോലത്തെ തന്നെ വെതർ സിസ്റ്റം ഒക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കായ്ക്കണ പോലെ തന്നെ ആ ബാറിൽ വന്നിട്ട് ഹരിക്കെയിൻ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, അഗെയിൻ ഫ്ലോറിഡ. സോ ലൂസിയ ഇപ്പോഴാണ് ജയിലിൽ നിന്ന് വെളിയിൽ വന്നുകൊണ്ട് പുള്ളിക്കാരുടെ സെന്റൻസിനെ കുറയ്ക്കാൻ വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ കായ്ക്കണ പോലെ തന്നെ പുള്ളിക്കാരി വന്നിട്ട് റോഡിൽ വേസ്റ്റ് പറക്കാനൊക്കെ പുള്ളിക്കാരി ഇവിടെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ലൂസി ജേസന്റെ അടുത്തൊന്ന് കിടക്കുകയാണ്. ആ സീനിൽ നമ്മൾ സൈഡിൽ നോക്കിയാൽ ജേസന്റെ വീട്ടിൽ ഒരു പാമ്പിനെ പുള്ളിക്കാരൻ പെറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ GTA 6 നമുക്ക് ഇഷ്ടപ്പെട്ട അനിമലിനൊക്കെ പെറ്റ് ചെയ്യാൻ പറ്റൂന്നൊക്കെ ഇവന്മാർ പറയാണ്. ചിലപ്പോൾ അങ്ങനെ ഇരിക്കാനും ചാൻസ് ഉണ്ട്. ഫ്രാങ്ക്ലിൻ എങ്ങനെ ചാപ്പിരുന്നോ അതേപോലെ ജേസണ് പാമ്പ്, അങ്ങനെ നമുക്ക് എടുക്കാം. കാലത്ത് സൈലന്റ് ആയിട്ട് ഇരിക്കണ ഈ ലേനഡായില്ല, രാത്രിയായ ഫുള്ള് കലിപ്പാണ്. എല്ലാവരും മോർ ഓവർ പാർട്ടി വൈബിലാണ് അവിടെ. അതിനെ കായ്ക്കണ പോലെ തന്നെ അവർ രണ്ടുപേരും 919 ക്ലബിൽ പോയ അതിനെ കായ്ക്കണ പോലെ തന്നെ ഫസ്റ്റ് ട്രെയിലർ വന്നിട്ട് ഒരു ഫ്ലൈറ്റ് പറയുകയാണ്. അതിൽ എഴുതിയിരിക്കുകയാണ് Y69 when you have 919 എന്ന്. സോ ആ 919 ക്ലബ് ആയിരിക്കാനാണ് ചാൻസ് ഇത്. സോ ആ 919 ക്ലബിന്റെ തലവനാണ് ചാൻസ് ഈ പുള്ളിക്കാരന്റെ പേരാണ് ബൂബി ഐക്കെ. എന്തിരുമായൊരു പേര് ബൂബി എന്നൊക്കെ ആണെങ്കിൽ ബൂബി ഐക്ക് വന്നിട്ട് ആ സ്ട്രിപ്പ് ക്ലബിന്റെ ബോസ് ആയിരിക്കാനാണ് ചാൻസ് മാക്സിമം. കിട്ടിയ ലീക്സ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാക്കും ലൂസിയും ഈ സ്ട്രിപ്പ് ക്ലബിനെയാണ് അവരെ സേഫ് ഹൗസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അവരൊരു ബാങ്ക് കേസിനെ കായ്ക്കുകയാണ്. ഇവരെ ഈ ബാങ്ക് റോബറി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ പേരാണ് റൗൾ ബട്ടിസ്റ്റ. പുള്ളിക്കാരൻ ഈ ബാങ്ക് ഹേസ്റ്റ് ചെയ്യണതൊക്കെ ചിള്ളു നട്ടറെന്നൊക്കെയാണ് ബയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഹേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ലൂസിയാനെ പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുവരണേന്ന് തോന്നണം. സോ കിട്ടിയ പ്ലോട്ട് വെച്ച് നോക്കുമ്പോൾ ഈ GTA 6 സ്റ്റോറി എന്തെന്നാ, നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് മാറും. അതായത് ഈ ജേസണും ലൂസിയും ചെറിയ ഇടത്തും എല്ലാതും മോഷണം ചെയ്യാൻ പോകുമ്പോൾ അതൊരു വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറി
കൊണ്ട് അവർ വൈസ് സിറ്റിയിലോട്ട് മൂവ് ചെയ്യണ പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗെയിം വന്നാൽ തന്നെ ഫുൾ സ്റ്റോറി നമുക്ക് പിടികിട്ടത്തുള്ളൂ. സോ ഈ സീനിൽ ലൂസിയും ജേസണും ഒരു മോട്ടലിൽ ഇരുന്ന് രക്ഷപ്പെടുന്ന പോലെ ഒരു സീനുണ്ട്. അവിടെ പോലീസ് അവരെ ചുറ്റി വളച്ചിട്ടുണ്ട്. സോ പ്രോബബ്ലി പോലീസ് ഇവർ രണ്ടുപേരെയും തേടിയിട്ടിരിക്കുകയായിരിക്കാം. എന്ത് പ്രശ്നമെന്ന് അറിയത്തില്ല, പക്ഷെ കാര്യം സീനാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ട്രെയിലർ എടുത്ത് നോക്കിയാൽ ലൂസിയും ജേസണും ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് അവർ ഹേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിൽ അവർ രണ്ടുപേർ ഇട്ടിട്ടുള്ള ഡ്രസ്സും ഈ മോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവർ ഇട്ടിട്ടുള്ള ഡ്രസ്സും ഒരേ ഡ്രസ്സാണ്. സോ അവർ രണ്ടുപേരും ആ സൂപ്പർ മാർക്കറ്റ് അടിച്ച് തെറിപ്പിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ പോയി വല്ല മോഷണം ചെയ്യാൻ പോകുമ്പോൾ അവിടെ വല്ലതും പ്രശ്നമായി അത് വലിയ സീനായിരിക്കാനാണ് ചാൻസ്. അതുമാത്രമല്ലാതെ അതിലവർ രക്ഷപ്പെടാൻ യൂസ് ചെയ്തിട്ടുള്ള കാറാണ് അവസാനം അവർ ഈ ലിയനാർഡോയിൽ നിന്ന് മാറി വൈസ് സിറ്റിയിലോട്ട് പോകാനും അവർ ആ കാറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ സംതിങ് മേക്ക് സെൻസ് ദർ. ചുമ്മാ ഒരു ഗസ്സാണ്. ഈ ട്രെയിലറിൽ ഒരു പോലീസിനെ കായ്ക്കുകയാണ്. പുള്ളിക്കാരനെ പറ്റി ഒരു ഡീറ്റെയിൽസും ഒന്നുമില്ല. വേണമെങ്കിൽ ഈ പുള്ളിക്കാരനായിരിക്കാം നമ്മളെ ലൂസിയുടെയും ജേസണിന്റെയും കേസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ പോലീസ് ഓഫീസർ. കിട്ടിയ വേറൊരു റൂമർ വെച്ച് ഈ പോലീസും ഒരു പ്ലേബിൾ ക്യാരക്ടർ എന്നൊക്കെയാണ് ഇവന്മാർ പറയണത്. അങ്ങനെ ഒന്നും ഇരിക്കാൻ അത്ര ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. മാക്സിമം നമ്മൾ ജേസണും ലൂസിനെയും ഫോക്കസ് ചെയ്താണ് പോകണതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, നമ്മൾ ജേസൺ വന്നിട്ട് ഒരു അണ്ടർ കവർ പോലീസ് എന്ന് പറയുന്നുണ്ട്. ചിലപ്പം പുള്ളിക്കാരൻ ഈ പോലീസിന്റെ കൂടെ മുമ്പേ വർക്ക് ചെയ്തിട്ടിരിക്കാനും ചാൻസ് ഉണ്ട്. അതുമാത്രമല്ലാതെ 2 ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് അവർ ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ആ ഫ്ലൈറ്റ് സീക്വൻസ് ലൂസിയും പിന്നെ വേറൊരാളുടെ കൂടെ ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ ഇതൊരു ഫ്ലൈറ്റ് ഹേസ്റ്റ് മെഷീൻ ആവാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 5 വന്ന ആ ബാങ്ക് ഹേസ്റ്റ് സീക്വൻസ്, ആ സേഫിനെ കാറിൽ കെട്ടി അസാൽട്ടായിട്ട് ഇളുത്തു ഓടെയാണ്. ട്രെയിലറിൽ കാണാൻ തന്നെ ആ സീക്വൻസ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് ഗെയിം പ്ലേ നമ്മൾ കളിക്കുമ്പോൾ അടിപൊളിയായിട്ടിരിക്കാനാണ് ചാൻസ്. ഞാൻ ചാൻസ് എന്ന് ഈ വീഡിയോയിൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഈ ഗെയിമിൽ ഒരു വലിയ ഇമ്പാക്ട് കൊടുക്കുകയാണ്. ഇതിന്റെ മുമ്പ് വന്ന ട്രെയിലറിൽ തന്നെ നമ്മൾ കുറേ സോഷ്യൽ മീഡിയ റെഫറൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ കായ്ക്കണ പോലെ തന്നെ നമ്മളെ ജേസൺ വേറൊരു പുള്ളിക്കാരന്റെ ഫോൺ നോക്കിയിട്ട് ഷോക്ക് ആയാണ് വല്ല റീൽസ് വരെ അയച്ചു കൊടുത്തിരിക്കും. ആ പുള്ളിക്കാരന്റെ പേരാണ് ഡ്രാക്വാൻ പ്രീസ്റ്റ്. അതുമാത്രമല്ല, നമ്മൾ ലൂസിയ കാതിൽ ഹെഡ്ഫോൺസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മുമ്പുള്ള ഗെയിംസിൽ കാറിൽ മാത്രമേ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ചുമ്മാ നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല, ഇവന്മാർ ടിവിനെയും കായ്ച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ടിവിയിൽ ഫിൽ കാസ്റ്റഡിയോ പുള്ളിക്കാരന്റെ അമ്യൂണേഷൻ ഷോപ്പിനൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് പുള്ളിക്കാരൻ വൈസ് സിറ്റിയിൽ അപ്പിയർ ആയിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ആ ടിവിന്റെ അടുത്ത് നോക്കിയാൽ ഒരു പ്ലേ സ്റ്റേഷൻ 5 വരച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കൺട്രോളറിന് കാണാനും പ്ലേ സ്റ്റേഷന്റെ കൺട്രോളർ പോലെ ഉണ്ട്. അതുമാത്രമല്ല, ഈ മൊത്തം ഗെയിമും ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് പ്ലേ സ്റ്റേഷൻ 5 വേറൊരു റൂമർ ഉണ്ട്, ഈ പ്ലേ സ്റ്റേഷൻ 6 വരാൻ വേണ്ടിയാണ് ഇമാരി 1 വർഷം ഡിലേ എടുക്കണേന്ന്. അങ്ങനെ വല്ലതും നടന്ന സത്യത്തിൽ റോക്ക് സ്റ്റാർ ചെയ്യണത് തന്തയില്ലാത്ത പരിപാടിയാണ്. സോ ഈ ട്രെയിലറിൽ അവർ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. ജേസൺ ഇരിക്കുന്ന സ്ഥലം ലിയനാർഡോ കീവ്സ്, പിന്നെ വേറെയുള്ള സ്ഥലം വൈസ് സിറ്റി, പിന്നെ വേറെയുള്ള ഒരു സ്ഥലം ഗ്രാസ് റിവേഴ്സ്. സോ ആ ഗ്രാസ് റിവേഴ്സിലാണ് കുറെ മുതലുകളൊക്കെ ഉള്ള പോലെ ഒരു ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സ്ഥലം വന്നിട്ട് പോർട്ട് ഗൽഹോൺ എന്ന്, അതുമാത്രമല്ല ആംബ്രോഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സൈഡ് സ്ഥലവും കാണിച്ചിട്ടുണ്ട്. GTA 5 ഇങ്ങനെ മൗണ്ട് ചില്ലി ആയിരുന്നോ അതേപോലെ തന്നെ ഈ ഗെയിമിൽ മൗണ്ട് കില്ലിക എന്ന് പറഞ്ഞ് ഒരു സ്ഥലം അവർ വെച്ചിട്ടുണ്ട്. സോ ഈ സ്ഥലത്ത് നമുക്ക് കുറെ അനിമൽസിനെയും വൈൽഡ് സാഞ്ചുറീസ് ഒക്കെ കാണാം. സോ ടോട്ടലായിട്ട് ഒരു 6 സ്ഥലത്തിന് ഇവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ 6 സ്ഥലം അല്ലാതെ ഇനി ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ആ ഗെയിമിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ അത് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറുടെ പേരാണ് റോക്സി. റോക്സി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞത് സമ്മർ ടൈം സാഗയിലുള്ള റോക്സിയാണ്. സോ ട്രെയിലറിന്റെ അവസാനം ബ്രെയിൻ പറയാണ് അവന്മാർ നിങ്ങളെ തേടിയാണ് വന്നിട്ടിരിക്കണേ, അപ്പോൾ സ്ഥലം കാലിയാക്കിക്കുമെന്ന്. അപ്പോഴായിരിക്കും ഇവന്മാർ ലിയനാർഡോ കീസ് വിട്ട് വൈസ് സിറ്റിയിലോട്ട് മൂവ് ആവണേ. കാഴ്ചയിട്ടുള്ള ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്, ഗ്രാഫിക്കലിയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ കാഴ്ചനെയാണ് ഇവന്മാർ ഇനിയും ബെറ്റർ ആക്കാൻ വേണ്ടി 1 വർഷം കേട്ടിട്ടുള്ളത്. സ്റ്റോറി നമ്മൾ ഈ ഗെയിം കളിച്ചാലേ പിടികിട്ടത്തുള്ളൂ. ഇതുവരെ വന്നിട്ടുള്ള എല്ലാവരും പ്രൊഡിക്ഷനും പിന്നെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരൊക്കെ പറയണേ. സോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കൂടുതൽ വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.